വാർത്തകൾ വിശദമായി. കൊച്ചി കപ്പൽശാലയിൽ NIA സംഘത്തിന്റെ പരിശോധന. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈദരാബാദ് NIA യൂണിറ്റ് കൊച്ചി കപ്പൽശാലയിൽ പരിശോധന നടത്തുന്നത്. പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ ജീവനക്കാരിൽ നിന്നും ചോർന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. 2 വർഷം മുമ്പ് ഒരു അഫ്ഗാൻ പൗരൻ അസം സ്വദേശി എന്ന വ്യാജേന കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾ പ്രതിരോധ വിവരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറിയെന്നാണ് സംശയിക്കപ്പെടുന്നത്. സംസ്ഥാന പോലീസാണ് അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാൻ ശുപാർശ ചെയ്തത്. 2 വർഷം മുമ്പ് ഒരു അഫ്ഗാൻ പൗരൻ അസം സ്വദേശി എന്ന വ്യാജേന കൊച്ചി കപ്പൽശാലയിൽ ജോലി ചെയ്തിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾ പ്രതിരോധ വിവരങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് കൈമാറിയെന്നാണ് സംശയിക്കപ്പെടുന്നത്. സംസ്ഥാന പോലീസാണ് അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാൻ ശുപാർശ ചെയ്തത്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് NIA ഏറ്റെടുക്കുകയായിരുന്നു. ഇതുമായി ബന്ധമെന്ന് സംശയിച്ചാണ് ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തത്. 1972 ഏപ്രിലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ കപ്പൽശാലയ്ക്ക് തറക്കല്ലിട്ടത്. ശ്രീധരൻ മാനേജിംഗ് ഡയറക്ടറായിരിക്കവേ നിർമ്മിച്ച റാണി പത്മിനിയാണ് ആദ്യ കപ്പൽ. തീരദേശ സംരക്ഷണ സേനയ്ക്കു വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച അതിവേഗ പെട്രോൾ നൗകയ്ക്ക് അഭിനവ് എന്ന നാമകരണം ചെയ്ത് കടലിലിറക്കി. സേനയ്ക്കായി ഷിപ്പ്യാർഡിൽ നിർമ്മിക്കുന്ന 20 നൗകകളിൽ 3ാമത്തേതാണ് ചൊവ്വാഴ്ച കൈമാറിയത്. മണിക്കൂറിൽ 33 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നവയാണിവ. വാട്ടർ ജെറ്റ് പ്രോപ്പല്ലർ സംവിധാനമാണ് ഇതിനായി ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ 3 സുരക്ഷാ അവാർഡുകൾ കൊച്ചി കപ്പൽശാല നേടിയിട്ടുണ്ട്.